എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ തിരുനാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 24:17 മുതൽ 22 വരെ. വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലിലുള്ളവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തിലോ ശബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും ആയ വലിയ കഷ്ടം അന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വളരെ ഭയാനകമായ ചില സൂചനകളാണ് കർത്താവ് ഈ ഭാഗത്ത് നമുക്ക് നൽകുന്നത്. വരാൻ പോകുന്നത് ശൂന്യത, മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന ആ നാളുകൾ എങ്ങനെയായിരിക്കുമെന്നതാണ് ഓർമ്മിപ്പിക്കുന്നത്. 16-ാം വാക്യത്തിൽ പറയുന്നത്, വീട്ടിലുള്ളവർ, മലകളിലേക്ക് ഓടേണ്ടവർ, പുരമുകളിലേക്കുള്ളവർ എന്നൊരു പ്രയോഗമുണ്ട്. പലസ്തീനിലെ ഭവനങ്ങളുടെ മുകൾ തട്ടിലേക്ക് പുറത്തുനിന്നും ഗോവണി ഉണ്ടായിരിക്കും. അവിടെ ആയിരിക്കുന്നവർ വീടിനകത്ത് കയറി തനിക്കായി എന്തെങ്കിലും ശേഖരിക്കാൻ ശ്രമിക്കരുത്. അത്ര പെട്ടെന്ന് ഓടി രക്ഷപ്പെടണം. വയലിൽ ഉഴുതുകൊണ്ടിരിക്കുന്നവൻ വരമ്പിൽ വെച്ചിട്ടുള്ള മേലങ്കി എടുക്കാൻ പോലും പോകരുത്. മേലങ്കി മാറ്റി വെച്ചിട്ടാണ് വയലിൽ ഉഴുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയിൽ ഓടിപ്പോകേണ്ടി വരുന്നവരോടും ഗർഭിണികളോടും മുലയൂട്ടുന്നവരോടുമുള്ള അനുകമ്പ സ്വാഭാവികം. ശബത്തിൻ്റെ കാര്യം പറയുന്നു. മത്തായിയുടെ സഭ ശബത്ത് ആചരിച്ചിരുന്നു എന്നതിന് തെളിവാണ് ഈ വചനം. ശാസ്ത്രിമാരുടെ വ്യാഖ്യാനം അനുസരിച്ച് ശബത്ത് നാളിൽ 2000 കാതത്തിൽ കൂടുതൽ യാത്ര പാടില്ല. ശബത്തിൽ ഒളിച്ചോടിപ്പോകാൻ യഹൂദന് ഇടവരുന്നത് മറ്റെല്ലാ ദുരിതങ്ങളുടെയും കൂട്ടത്തിൽ ഒരു ദുരിതം കൂടി കൂട്ടിച്ചേർക്കുന്നതിന് തുല്യമാണ്. കാരണം അത് ശബത്തിൻ്റെ ലംഘനമാണ്. ഇതുവരെയും ഉണ്ടായിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇനി ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത വിധത്തിലുള്ള കഠിനമായ പീഡനങ്ങൾ ഉണ്ടാകും എന്നാണ് കർത്താവ് പറയുന്നത്. ഇനി ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല. ദാനിയേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി, അതായത് 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, മനുഷ്യ ചരിത്രത്തിൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത അത്ര വലിയ പീഡനങ്ങളാണ് യഹൂദ യുദ്ധത്തിൽ ഉണ്ടായതെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതിനെ യുഗാന്ത്യം എന്ന് വിശേഷിപ്പിച്ച മത്തായി ചരിത്രത്തെയും വെളിപ്പാടിനെയും സംയോജിപ്പിച്ചാണ് ഈ രേഖപ്പെടുത്തൽ നടത്തുന്നത്. പാലസ്തീനിലെ യഹൂദ ക്രൈസ്തവ സമൂഹത്തിന് മത്തായി ആ സമൂഹത്തിൻ്റെ വക്താവായിരുന്നു. അവർക്ക് പാലസ്തീനിലെ യഹൂദ മതത്തിൻ്റെ അന്ത്യം ലോകത്തിൻ്റെ അന്ത്യമായിട്ടാണ് അനുഭവപ്പെടുന്നത്. കാരണം അവരുടെ ദേവാലയത്തിൽ തൻ്റെ ജനങ്ങളാൽ ആരാധിക്കപ്പെടാത്ത യഹോവയുടെ ലോകം ചരിത്രത്തിൻ്റെ ലോകമേ അല്ല എന്നതാണ് അവരുടെ മതബോധം. പാലസ്തീനിലെ യഹൂദ മതത്തിൻ്റെ ചരിത്രവും ദൈവശാസ്ത്രപരമായ പ്രതിസന്ധിയുടെ ആഴവും വിജാതീയ ക്രൈസ്തവരെക്കാൾ യഹൂദ ക്രൈസ്തവർക്ക് ബോധ്യമുണ്ടായിരുന്നു. ഈ അവസരത്തിൽ ചില നിരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ, ഒന്ന്, യെരുശലേം ദേവാലയത്തിൻ്റെ നാശവും യുഗാന്ത്യവും തമ്മിൽ ദൈവശാസ്ത്രപരമായ ബന്ധമുണ്ട്. രണ്ടും യേശുവിൻ്റെ ശുശ്രൂഷയുടെ പര്യവസാനത്തെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്, യുഗാന്ത്യവും
ക്രിസ്തുവർഷം അല്ലെങ്കിൽ AD 66 മുതൽ 70 വരെയുള്ള യഹൂദ യുദ്ധം എന്ന ചരിത്ര സംഭവം തമ്മിൽ ബന്ധമുണ്ടെങ്കിലും അവ രണ്ടും ഒരേ സമയത്ത് നടക്കുമെന്നോ നടക്കണമെന്നോ സൂചിപ്പിക്കുന്നില്ല. മൂന്നാമത്, മനുഷ്യപുത്രൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് അപക്വമായ നിഗമനങ്ങൾ എടുക്കുന്നതിന് തടയിടുകയാണ് ഈ അധ്യായത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം. യുഗാന്ത്യം പെട്ടെന്നുണ്ടാകുമെന്ന ചിന്തയ്ക്ക് താൽക്കാലിക വിരാമമെങ്കിലും ഇടാൻ ഇത് പ്രേരണ നൽകുന്നു. നാലാമത്, ഇവിടെയുള്ള വിശദാംശങ്ങൾ കർത്താവിൻ്റെ പുനരാഗമനത്തെക്കാൾ യെരുശലേമിനുള്ള ശിക്ഷയെയാണ് കൂടുതൽ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, പഴയ നിയമത്തിലെ അപ്പോക്കാലിപ്റ്റിക് ശൈലി, അതായത് വെളിപ്പാട് സാഹിത്യ ശൈലി ഈ അധ്യായത്തിൽ ഉടനീളമുണ്ട്. അതുകൊണ്ട് വെളിപ്പാട് ഗ്രന്ഥം പോലുള്ള വേദപുസ്തക ഭാഗങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ കൈക്കൊള്ളുന്ന മാനദണ്ഡങ്ങൾ ഈ അധ്യായം വ്യാഖ്യാനിക്കുമ്പോഴും കൈക്കൊള്ളണം. ആശ്ചര്യമായി വ്യാഖ്യാനിക്കുന്നതിനേക്കാൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില സൂചനകൾക്ക് പ്രാമുഖ്യം കൊടുക്കണം. ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. ആധ്യാത്മിക രക്ഷയല്ല, മരണത്തിൽ നിന്നുള്ള മോചനമാണ് ഇവിടെ രക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രതീക്ഷ നൽകുന്നത് ഈ കാലം, അതായത് ഈ പീഡനത്തിൻ്റെ കാലം ചുരുങ്ങിയാൽ നന്ന് എന്നാണ്. ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷപ്പെടുകയില്ല. അത് ചുരുങ്ങുന്നത് വ്രതന്മാർ നിമിത്തമാണ്. അതുകൊണ്ട് അതൊരു പ്രതീക്ഷയാണ്. ഇത്ര കഠിനമായ പീഡനങ്ങളുടെ കാലം നീണ്ടുപോകാതിരിക്കാൻ വ്രതന്മാരുടെ ജീവിത വിശുദ്ധി കാരണമാകും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ടി കർത്താവ് ചെയ്ത കാര്യങ്ങൾ ഏത് പീഡനങ്ങളുടെ മധ്യത്തിലും കഷ്ടതകളുടെ മധ്യത്തിലും ഒരു പ്രത്യാശയുടെ തുരുത്തുണ്ട് എന്നതാണ്. അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ തുരുത്ത് നമുക്കുണ്ട്. അത് വലിയൊരു കവചമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, മനോഹരമായ പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾ വായിച്ച വേദഭാഗത്തെ ഓർത്ത് അങ്ങേ ധ്യാനിക്കുന്നു. കർത്താവിൻ്റെ വരവും യുഗാന്ത്യ ലക്ഷണങ്ങളും യഹൂദന്മാരുടെ യുദ്ധത്തിൽ നേരിട്ട സംഭവങ്ങളും എല്ലാം കോർത്തിണക്കി ഞങ്ങൾ ചിന്തിക്കുമ്പോൾ അതുപോലെയുള്ള നാളുകൾ ഇനിയുമുണ്ട് എന്നോർത്ത് ദൈവസന്നിധിയിൽ കൂടുതൽ വിനയപ്പെടാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ടവരായി ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള നിർണയം ഓരോ ദിവസവും നൽകണമേ. അതിൽ ഞങ്ങൾ ജാഗരൂകരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഇടറിപ്പോകാതിരിപ്പാൻ ഇന്ന് പകൽക്കാലം പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് യേശുമശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.